സമയം പറയാൻ ആരെക്കൊണ്ടാ കഴിയുക? എന്റെ സമയം പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. അത് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ അള്ളാഹിനെ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. പിന്നെ അള്ളാഹു ആർക്കെങ്കിലും ഇപ്പൊ പ്രവാചകന്മാർക്കും മുഅ്ജിസത്തുകളുണ്ട്, കറാമത്തുകളുണ്ട്, അതൊക്കെ നിഷേധിക്കാൻ പാടില്ല. അതൊക്കെ ഉള്ള കാര്യം, അത് നമ്മുടെ വിഷയമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 6 പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണമേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? വൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാണ്. അല്ലാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാ. അവന് ജീവിക്കാൻ തന്നെ പേടിയാണ്. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്. ജീവിക്കാൻ തന്നെ പേടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് 13 വർഷക്കാലം അള്ളാന്റെ റസൂൽ ഒരൊറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല. 13 വർഷക്കാലം ലോകത്തിന്റെ നേതാവ് ശത്രുക്കളെ പേടിച്ചാ ജീവിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ പേടിക്കാതിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളെ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മുസ്ലിമായതിന്റെ പേരിൽ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തന്റെ യജമാനന്മാര് തല്ലിച്ചതച്ചു കൊണ്ടിരിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയും, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? എന്റെ തൊണ്ട പൊട്ടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ദാഹിച്ച് മരിക്കുമെന്ന് തന്റെ യജമാനനോട് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ അതാ തന്റെ യജമാനൻ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായ്ക്കകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ടതാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ബിലാൽ തങ്ങളെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബിലാൽ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്ന് രക്ഷിക്കുമോ നബിയേ, ഒന്ന് സഹായിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ, ക്ഷമിക്കു ബിലാലേ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ എന്ത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ടിരിക്കുകയാ. വീടിന്റെ വെളിയിലിറങ്ങിയാൽ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും ആയുധം പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കിടന്ന സ്ഥലത്ത് മഹാനായ അലിയാരി തങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്തു യാസീനിലെ ഒരായത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ. അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ നമ്മളെ വന്ന് പിടിക്കും നബിയേ. എന്റെ ചുമലിലേക്ക് കയറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നടക്കുകയാണ്. അല്ലാഹുവേ, തോളിൽ വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടക്കും, പിന്നെ തിരിച്ചു വന്ന് പാടുകൾ മുഴുവനും മായിച്ചു കളയുകയാ. എന്നിട്ടതാ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ, സൗർ ഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും 3 ദിവസത്തോളം അതിനകത്ത് ഒളിച്ചു കഴിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, നമ്മൾ എന്തിനാ പേടിക്കുന്നത്?
അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഭയം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? ഞാനും നിങ്ങളും ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ റബ്ബേ എനിക്ക് നല്ല മരണം തരണേ എന്ന് ദുആ ചെയ്യാറുള്ളൂ. അത് നമ്മളാ ചെറുപ്പക്കാരാ, അത് നമ്മളാ സഹോദരങ്ങള്. പാങ്കും വിളിച്ചു ഇഖാമത്തും കൊടുത്തു. എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കിടത്തുന്നത്, ഇമാമ് കയറി എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ. നിനക്കും നിങ്ങൾക്കും മരിക്കാൻ പേടിയില്ലല്ലോ. നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ, തുണ്ടം തുണ്ടമായി നടറോഡിനകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് മരിക്കാൻ കാത്തിരിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളാരും ആരെയും ഭയപ്പെടണ്ട, നമ്മളാരെയും പേടിക്കണ്ട. നമ്മളെ എന്തിനാണ്? റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ അള്ളാഹു പേടി കൊടുക്കൂ. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവ്. നിനക്കെതിരെ നാട്ടുകാർ മുഴുവനും തിരിയും, മഹല്ല് മുഴുവനും തിരിയും, കുടുംബക്കാര് മുഴുവനും തിരിയും, ഈ പ്രപഞ്ചം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും നീ പേടിക്കണ്ട. അള്ളാഹിന് ഇഷ്ടം കൂടിയത് കൊണ്ടാ പടച്ചവൻ നിനക്ക് പേടി തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണമേതെന്നറിയുമോ? അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വൽ ഖൗഫ്. അള്ളാഹു ജീവിക്കാൻ അവന് പേടി കൊടുക്കുകയാ. അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ്. രണ്ടാമത്തെ പരീക്ഷണമേത്? വൽ ജൂ. അള്ളാഹു പട്ടിണി കൊടുക്കുകയാ. അള്ളാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കും നിങ്ങൾക്കും പട്ടിണി എന്ന് പറയാനല്ലേ അറിയൂ. യഥാർത്ഥത്തിൽ പട്ടിണി എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ അനുചരന്മാര് 3 വർഷമല്ലേ പട്ടിണി കിടന്നത്. ഒരു ദിവസത്തിൽ ഒരു നേരം പട്ടിണി കിടക്കാൻ മനസ്സില്ലാത്തവര്, അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും തന്റെ കുടുംബക്കാര് 1 വർഷമല്ല, 2 വർഷമല്ല, 3 കൊല്ലമല്ലേ പട്ടിണി കിടന്നത്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവര് പച്ചില പറിച്ചു തിന്നല്ലോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ട് കാസിക്കുന്നത് പോലെ, മൃഗങ്ങള് കാസിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലും സഹാബത്തും കാസിക്കുകയാണ്. പച്ചിലയാണ് അവർ പറിച്ചു തിന്നത്. ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തെടുത്ത് കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇതൊക്കെ ഇസ്ലാമിന്റെ തുടക്കത്തിലാണെങ്കിൽ ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11ാമത്തെ ദിവസമുണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. വീടിന്റെ മറു സൈഡിൽ നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂൽ എന്തേ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുന്നത് എന്തിനെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല. അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാണ്. ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. എണ്ണയില്ലെന്ന് റസൂലുള്ളയോട് പറഞ്ഞാല് പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മാറി നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെന്ന് ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എണ്ണയില്ല നബിയേ, ഈ വീടിനകത്ത് വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല.
കരയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അൽഹംദുലില്ലാഹ്, പടച്ചവനെ സ്തുതിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു ദിവസം വിശക്കുന്ന വയറോട് അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എനിക്ക് വിശക്കുന്നു ആയിഷ, എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുവോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല. ആയിഷ ബീവി നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. വീടിനകത്ത് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തിരി കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ ആയിഷ? എനിക്കല്പം കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ട് കൈ ഇങ്ങനെ മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് കരയുകയാണ്. കുടിക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാ, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോയെന്ന് ഉസ്താദന്മാര് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കും, ഉസ്താദ് കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി പറയുകയാണ്, ലൗകാന ഇന്ധനാദുഹന്, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, മക്കളെ പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ? പട്ടിണി എന്ന് നാവ് കൊണ്ട് പറയുന്നവരാ, ജീവിതത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ. എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദ് നബവിയിലേക്ക് നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിലൂടെ റസൂലുള്ളാഹി നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാ. രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ കയറിയിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കള് കിടന്ന് കരയുന്നു മോളെ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് കടന്നു ചെന്നു. സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാണ്. പക്ഷേ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. റസൂലുള്ളാഹി വീണ്ടും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ പാല് കൊടുക്കു പൊന്നുമോളെ. പിന്നെയും അല്ലാഹുവിന്റെ റസൂല് പ്രസംഗിച്ചു. മൂന്നാമതും കരച്ചിലിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കു ഫാത്തിമ. നാലാമതും കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. റസൂൽ വല്ലാതെ ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു. വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? നിന്റെ സ്വന്തം മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിമ? വഴക്ക് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂല് വഴക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. രണ്ട് കൈയുമെടുത്ത് മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയിലെന്ന് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകര് സഹിക്കാൻ കഴിഞ്ഞില്ല.